Hello friends, welcome to Dhruv channel. എൻ്റെ പേര് ആശ വിനീത്. ഇന്ന് നമുക്കൊരു ഉച്ചയൂണ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ ചോറാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിനായിട്ട് പാലക്കാടൻ മട്ട അരിയാണ് ഉപയോഗിക്കാറ്. പാലക്കാടൻ മട്ട അരി ഉപയോഗിച്ച് എങ്ങനെ ചോറ് തെർമൽ കുക്കറിൽ ഉണ്ടാക്കാം എന്ന വീഡിയോയുടെ വിശദമായി പറയുന്ന വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കാണാം കേട്ടോ. ഉച്ചയൂണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കേരളത്തിലുള്ളവർ ഫസ്റ്റ് തന്നെ അരി ഇട്ടിട്ട് ചോറുണ്ടാക്കുന്ന കാര്യമാണ് ഫസ്റ്റ് ചെയ്യുക. മിക്കവരും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പാലക്കാടൻ മട്ടയൊക്കെ ആയിരിക്കും മിക്കവരും യൂസ് ചെയ്യുക. അപ്പോൾ അത് വേവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. ഞാൻ പ്രഷർ കുക്കർ ഉപയോഗിക്കാറില്ല. ഞാൻ ജാക്സൻ്റെ തെർമൽ കുക്കറാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതിലോട്ട് വെള്ളം തിളച്ച ശേഷം അരിയിട്ട് വെന്ത് കഴിയുമ്പോൾ ഇറക്കി വയ്ക്കും തെർമൽ കുക്കറിൽ. അതിനുശേഷം കുറേ കഴിയുമ്പോൾ, അതായത് തലേ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് വാർക്കാൻ പറ്റും. അല്ലെങ്കിൽ രാവിലെ ഇറക്കി വെച്ചാൽ ആവശ്യം ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും നമുക്കത് വാർക്കാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ച ശേഷം ഒന്ന് വാർത്താൽ മതി. അത് ആ വീഡിയോ കാണുന്നുള്ളവർക്ക് വിശദമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്കത് കാണാം. ചോറ് രാവിലെ തന്നെ ഇട്ടിട്ട് അത് തെർമൽ കുക്കറിൽ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ചോറൊക്കെ റെഡിയാവും. നമുക്കൊന്ന് കുട്ടികളുള്ളതുകൊണ്ട് നന്നായിട്ട് വേവണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി എടുത്തിട്ട് തിളപ്പിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് എടുത്തിട്ട് നമുക്ക് വാർത്താൽ മതി. ഞാൻ അങ്ങനെ അപ്പോൾ ചെയ്യാറ്. ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് തിളപ്പിച്ച ശേഷം വാർക്കും. അടുത്തത് നമുക്ക് കറികൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യാറ് തലേ ദിവസം ചിന്തിച്ച് വെക്കും എന്തൊക്കെ വെജിറ്റബിൾസ് ബാക്കിയുണ്ട്, പെട്ടെന്ന് ചീത്തയാവണത് വല്ലതും ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ അത് എടുത്തിട്ട് വേഗം ഉണ്ടാക്കാൻ ശ്രമിക്കും. കുറേ ജോലികളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറികളാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഊണാണ്. കൂർക്ക മെഴുക്കുവരട്ടി, സാമ്പാർ, പിന്നെ ചമ്മന്തി, ഫിഷ് ഫ്രൈ, ഇതൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിൽ അത് മറക്കാതെ ഇട്ട് വെക്കും. അപ്പോൾ കൂർക്ക എങ്ങനെ നന്നാക്കാമെന്നും അത് പെട്ടെന്ന് എങ്ങനെ നന്നാക്കാമെന്നും അതുപോലെ തന്നെ പെട്ടെന്ന് എങ്ങനെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂർക്ക റെഡിയാക്കി ഞാൻ പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ചു. പെട്ടെന്ന് ഉണ്ടാക്കാനാണ് ഞാൻ പ്രഷർ കുക്കറിൽ വേവിക്കാൻ വയ്ക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ദിവസം നമ്മൾ കുക്കറിലൊന്നല്ല വേവിക്കാറ്. ഇനി അടുത്തത് സാമ്പാറിന് വേണ്ട പരിപ്പ് കുതിർക്കിടുക. ആ സമയം കൊണ്ട് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങൾ അരിയുക. അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ, പിന്നെ അതായത് പുളിച്ചമ്മന്തിക്ക് വേണ്ട ഉള്ളി, ഇഞ്ചി, ബാക്കിയുള്ള കറിവേപ്പിലയൊക്കെ റെഡിയാക്കുക. സാമ്പാർ കഷ്ണങ്ങളും പരിപ്പും പൊടികളൊക്കെ ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ ഈസി ആയിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന്. അതിൻ്റെ ഓൾറെഡി ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈസി സാമ്പാർ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിൽ എങ്ങനെയെന്നത്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൂർക്ക വേവിച്ചത് ഓൾറെഡി അത് വെന്തിട്ടുണ്ട്, അത് പ്രഷർ പോകാൻ വച്ചിരിക്കുകയാണ്. ഇനി സാമ്പാർ കൂടി നമുക്കത് പ്രഷർ കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഫിഷ് വൃത്തിയാക്കിയിട്ട്, ഇവിടെ ഓൾറെഡി കട്ട് ചെയ്ത് നമുക്ക് കിട്ടും അത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കണം. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും. അപ്പോൾ കിങ് ഫിഷ് ഫ്രൈ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഫിഷ് ഫ്രൈയുടെ അരപ്പ് ആദ്യം തയ്യാറാക്കും. അതിനുശേഷം ഫിഷ് വൃത്തിയാക്കിയിട്ട് വേഗം അത് പുരട്ടുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാം. മീനിലപ്പോൾ ഞാൻ അരപ്പൊക്കെ പുരട്ടി ഉപ്പും മുളകും പിടിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്കൊരു പുളിച്ചമ്മന്തി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, 1-2 പച്ചമുളക്, അതുപോലെ തന്നെ 2-3 ഉള്ളി, ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ട് ഒരു 3-4 പൾസ് ചെയ്തെടുക്കുകയാണ് മിക്സിയിൽ ചെയ്യുന്നത്. നാട്ടിലേക്കാണെങ്കിൽ നമ്മളൊന്ന് ചതച്ചെടുക്കുകയല്ലേ ചെയ്യണത്.
ഇതിന് ശേഷം നന്നായിട്ട് അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഞെരടുക. നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തത് അത് നന്നായിട്ട് ഞെരടിയിട്ട് നന്നായിട്ട് ഉരുളി ഉരുട്ടുക. ചമ്മന്തി ഉരുളി ഉരുട്ടുക എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്ക് നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ മുളകൊക്കെ, അതായത് പച്ചമുളകിൻ്റെ ഒക്കെ എരിവ് നമ്മൾ അത് ചതച്ചെടുക്കുമ്പോൾ തന്നെ, അതായത് മിക്സിയിൽ പൾസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ എക്സ്ട്രാ കൂട്ടാട്ടോ. അതുപോലെ തന്നെ പുളിയുടെ അളവും എല്ലാം, ഉപ്പിൻ്റെ അളവും ഒക്കെ അങ്ങനെ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പുളിച്ചമ്മന്തി റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് സാമ്പാറിന് കടുക് താളിക്കണം, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ചെയ്യണം, പിന്നെ മെഴുക്കുവരട്ടി റെഡിയാക്കണം. അപ്പോൾ ഫിഷ് ഫ്രൈ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഉപ്പും മുളകും പിടിക്കും. ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ലേ. ഫിഷ് ഫ്രൈ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ എല്ലാ കറികളും ഫിഷ് ഫ്രൈ ഒക്കെ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് തൈരും അച്ചാറും പപ്പടം കൂടി വെച്ചാൽ കുശാൽ അല്ലേ.